ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ അവിടെ നിന്ന് അരവിന്ദൻ ചേരുകയാണ് ബലിതർപ്പണ ചടങ്ങുകൾക്ക്. അരവിന്ദൻ, ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ കേരളത്തിൽ പ്രധാനമായും ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്ന പ്രധാന ക്ഷേത്രങ്ങളിലൊന്ന്, ബലിതർപ്പണ ഘട്ടങ്ങളിലൊന്നാണ്, തീർത്ഥഘട്ടങ്ങളിലൊന്നാണ് തിരുനാവായ എന്ന് പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മഴ ഒരു വലിയ പ്രശ്നമാണ് ഭക്തർക്ക് എത്തിച്ചേരുന്നതിനും ബലിയിടുന്നതിനും അടക്കം. അതൊക്കെ മാറ്റി നിർത്തിയാൽ മറ്റെല്ലാം ഈ പറഞ്ഞതുപോലെ പൂർവാധികം ഭംഗിയായി നടക്കുന്നില്ലേ? എല്ലാ ഒരുക്കങ്ങളും ഈ ഭക്തർക്ക് ബലിതർപ്പണം നടത്തുന്നതിനുള്ള ഒരുക്കങ്ങളെല്ലാം കൃത്യമായി തന്നെയുണ്ടല്ലോ അല്ലേ? സ്വപ്ന, തിരുനാവായയെ സംബന്ധിച്ചിടത്തോളം തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഇന്നലെ രാത്രി മുതൽ മഴയൊന്നും പെയ്തിട്ടില്ല. അതിനാൽ തന്നെ ഭക്തർക്ക് ആ തരത്തിലുള്ള തടസ്സങ്ങളൊന്നുമില്ല. തിരുനാവായയെ സംബന്ധിച്ചിടത്തോളം ത്രിമൂർത്തി സംഗമസ്ഥാനമാണ്. തെക്കൻ കാശി എന്നാണ് തിരുനാവായ അറിയപ്പെടുന്നത്. അതിനാൽ തന്നെ നിരവധി പേരാണ്, സംസ്ഥാനത്തിനകത്തും പുറത്തു നിന്നുമായി നിരവധി പേരാണ് ബലിതർപ്പണ ചടങ്ങുകൾക്കായി ഇവിടെ എത്തുന്നത്. പുലർച്ചെ 2 മണിക്കാണ് ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത്. ത്രിമൂർത്തി സംഗമസ്ഥാനം എന്ന് പറയുമ്പോൾ ബ്രഹ്മ, ശിവ, വിഷ്ണു ക്ഷേത്രങ്ങളുടെ 3 ക്ഷേത്രങ്ങളും അടുത്തടുത്തായി നിൽക്കുന്നു. പുഴയുടെ ആ കരയ്ക്കിൽ ബ്രഹ്മാവിന്റെ ക്ഷേത്രവും അതുപോലെ തന്നെ ശിവക്ഷേത്രം നിൽക്കുന്നു. നവാമുന്നിന്റെ ക്ഷേത്രം ഇപ്പോഴത്തെ നിൽക്കുന്നു. നവാമുന്നിന്റെ ക്ഷേത്ര സന്നിധിയോട് ചേർന്ന തീരത്താണ് ഇപ്പോൾ ആളുകൾ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുന്നത്. ഇവിടെ ബലിതർപ്പണം നടത്തുന്നത് പിതൃക്കൾക്ക് മോക്ഷം കിട്ടാൻ വളരെ നല്ലതാണെന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ ആയിരക്കണക്കിന് പേർ ഇവിടെ ഓരോ വർഷവും ബലിതർപ്പണ ചടങ്ങുകൾക്കായി എത്തുന്നു. കൂടാതെ ഇവിടെ തിരുനാവായയുടെ ഒരു പ്രത്യേകത, എല്ലാ ദിവസവും ഇവിടെ ബലിതർപ്പണ ചടങ്ങുകളുണ്ട്. ആളുകൾ മരിച്ച ആണ്ട് പൂർത്തിയാക്കുമ്പോൾ എല്ലാ ആളുകളും ഇവിടെ എത്തി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഈ അവസരത്തിൽ നിരവധി പേർ ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾക്കായി എത്തുന്നു. ഒട്ടേറെ പേർ ഇവിടെ എത്തി പുലർച്ചെ 2 മണി മുതൽ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തിരുനാവായ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ നമ്മളോടൊപ്പം ചേരുന്നു. എങ്ങനെയാണ് സാർ രാവിലെ 2 മണിക്ക് ദേവസ്വം നിയോഗിച്ചിട്ടുള്ള 15 കർമ്മികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ബലികർമ്മം തുടങ്ങിയിട്ടുള്ളത്. അത് ഇപ്പോഴും നല്ല തിരക്കാണ് വരുന്നത്. ഉച്ചയ്ക്ക് ഒരു 2 മണി വരെ ആ തിരക്കുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2 കാര്യങ്ങളാണ്. ഒന്നെന്താ വെച്ചാൽ ത്രിമൂർത്തി സംഗമ സ്ഥാനമാണല്ലോ തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രക്കടവ്. പിന്നെ പരശുരാമൻ ബലിയിട്ടിട്ടുള്ള മോക്ഷം കിട്ടിയ ഒരു സ്ഥലം എന്നുള്ളതും വലിയ പ്രാധാന്യമാണ്. ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ മുതൽ എത്തുന്ന ആളുകൾക്ക് സുരക്ഷയുമായി ബന്ധപ്പെട്ട് പോലീസ്, ഫയർഫോഴ്സ്, മുഴുവൻ സമയം ഡോക്ടർമാരുടെ സേവനം, തോണി, മുങ്ങൽ വിദഗ്ധർ, CCTV അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ ഈ ബലിതർപ്പണത്തിന് രശീതികൾ ഒരാഴ്ച മുമ്പേ ദേവസ്വം കൗണ്ടറിലൂടെ വിതരണം ചെയ്തിരുന്നു. നിരവധിയായിട്ടുള്ള സ്പെഷ്യൽ കൗണ്ടറുകൾ ചീട്ടാക്കിയിട്ടുണ്ട്. പിന്നെ ബലിതർപ്പണം കഴിഞ്ഞു പോകുന്നവര് ഈ പരേതാത്മാക്കളുടെ മോക്ഷത്തിനു വേണ്ടി തിലഹോമം, സായുജ്യ പൂജ, താമരമാല തുടങ്ങിയ വഴിപാടുകൾ ചീട്ടാക്കി. പിന്നെ നിള ഓഡിറ്റോറിയത്തിൽ കോയമ്പത്തൂരിലുള്ള കുറച്ച് മലയാളി ഭക്തർ ചേർന്നിട്ട് 20 വർഷത്തോളമായി നടത്തുന്ന ഭക്ഷണമുണ്ട്. ആ പ്രഭാത ഭക്ഷണം കഴിച്ചിട്ടാണ് ആളുകൾ പോവുക. എത്രത്തോളം പേരെ നമ്മൾ പ്രതീക്ഷിക്കുന്നു? ഏകദേശം ബലിതർപ്പണത്തിന് മൊത്തമായിട്ട് ബലിതർപ്പണത്തിനും ദർശനത്തിനും വഴിപാട് കഴിക്കാനും എല്ലാം കുളിച്ചു തൊഴാനും ഉൾപ്പെടെ ഏകദേശം 1,00,000-ൽ കൂടുതൽ ആളുകൾ ഈ ദിവസം തിരുനാവായ ക്ഷേത്രത്തിലെത്തും. സ്വപ്ന, തീർച്ചയായും 1,00,000-ത്തോളം പേർ തിരുനാവായയിൽ ഈ ദിനത്തിൽ ഇവിടെ എത്താറുണ്ട്. ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ക്ഷേത്രാധികാരികളും അതുപോലെ തന്നെ പോലീസും സന്നദ്ധ സംഘടനകളും ചേർന്ന് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. നിരവധി ഭക്തർ ഇവിടെ എത്തി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി പിതൃക്കൾക്ക് മോക്ഷം ലഭിച്ചു എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഇവിടെ നിന്ന് മടങ്ങുന്നത്.